ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സദ്യ സ്പെഷ്യലായ എരിശ്ശേരിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പയറും മത്തനും ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയും കൂടിയാണ്. ഇനി ഓണമൊക്കെ വരില്ലേ, നമുക്കതിനൊരു ഡിഷും കൂടി ആവട്ടെ. മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളപ്പയർ എടുത്തിട്ടുണ്ട്. ഇതിന് ഓരോ ഭാഗത്ത് ഓരോ പേരാണ് പറയുക. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതാ എല്ലാം ഒരേപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതുപോലെ ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരേക്ക് കേട്ടോ. ഇനി അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി നമുക്കത് വേവിച്ചെടുക്കാം. ഇതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതാ കുക്കറിൽ വിസിലിട്ടെടുക്കാം. ആ പയറിലേക്ക് ഞാനിപ്പോൾ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഒരു 3-4 വിസിൽ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ആവാൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള മത്തൻ, ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മത്തനും കൂടി ഒന്ന് വേവാനുള്ള കുറച്ച് വെള്ളം, വളരെ കുറച്ച്, എന്താ വെച്ചാൽ മത്തൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിത് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഒരു തിക്കായി കിട്ടണ്ടേ. ഇതൊരു സൈഡ് ഡിഷ് റെസിപ്പി അല്ലേ, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഞാനിത് ബിസിലിടുന്നില്ല, ജസ്റ്റ് ഒന്ന് അതിൽ ആവി വന്നാൽ തന്നെ മത്തൻ വെന്ത് കിട്ടും. ഇനി നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, ഇത്ര മാത്രമേ വേണ്ടൂ കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ നൈസായി അരച്ചെടുക്കാം. അതാ നോക്കൂ, നമ്മുടെ മത്തൻ വെന്തു കണ്ടോ, നല്ല സോഫ്റ്റായി കറക്റ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് അത് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്താം. ഇത് മത്തനും പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവും. അപ്പം നമ്മൾക്കിത് തിളപ്പിക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും അധികമാവുന്നൊരു ടെൻഷൻ വേണ്ട, അത് ചൂടാറുന്ന സമയത്ത് കട്ടിയാവും, നമുക്ക് വിളമ്പാൻ കറക്റ്റായിരിക്കും. ഇതാ ഇപ്പോൾ എല്ലാം തരം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. നോക്കൂ, പയറും മത്തനും എല്ലാം തന്നെ നല്ലപോലെ മിക്സായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിയുടെ കളർ തന്നെ നല്ല മാറി കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്കതിനുള്ള വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, വളരെ കുറച്ച് ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഒരു 1/4 കപ്പും ചെറിയ തേങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് ചുവക്കുന്നവരേക്ക് ഫ്രൈ ആക്കി എടുക്കണം. അത് ഞാൻ ഫ്രൈ ആക്കുന്ന ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ബോറടി കപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നോക്കൂ, ദാ ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആയി. ഇനി അതിലേക്ക് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്താൽ നമ്മുടെ ഓണത്തിനുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.